വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മോളിവുഡ് ഇൻ 2024 എന്നൊരു വിഷയത്തെക്കുറിച്ച്, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് 2024 മലയാളം ഇൻഡസ്ട്രി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. 2024 തുടങ്ങി ഇപ്പോൾ വെറും 4 മാസം പിന്നിടുമ്പോഴേക്കും ഇന്ത്യയിൽ തന്നെ 2024 ഫൈനസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് മലയാളം ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റേത് ഇൻഡസ്ട്രിയിലും ഇത്രയും അധികം ഒരു ഹിറ്റ് ഈ 2024 4 മാസം കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2023 വെറും 730 കോടി മാത്രം ഗ്ലോബലി റവന്യൂ നേടാൻ കഴിഞ്ഞ മലയാളം ഇൻഡസ്ട്രിക്ക് ടോട്ടലായിട്ട് 2024 ഇപ്പോൾ വെറും ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് റിലീസുകൾ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വരെ ഈ ഒരു സമയത്തിനുള്ളിൽ മാത്രം ഓൾമോസ്റ്റ് 600 കോടിക്ക് മുകളിൽ ഗ്ലോബൽ ബിസിനസ് കഴിഞ്ഞായി. ഇന്ത്യയിൽ തന്നെ മറ്റേത് ഇൻഡസ്ട്രിയിലും ഇത് സംഭവിച്ചിട്ടില്ല. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്, അതായത് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ 2024 ഇതുവരെ ഒരു 100 കോടി കളക്ഷനുള്ള ഒരു സിനിമ വന്നിട്ടില്ല. വലിയ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ മില്ലർ ആയിക്കോട്ടെ, അയലാൻ ആയിക്കോട്ടെ, യാതൊരു സിനിമയും തന്നെ അവിടെ ഒരു വലിയൊരു വിജയകരമായി റണ്ണ് നടത്തിയിട്ടില്ല. അവിടെയും തമിഴ്നാട്ടിലും ഇപ്പോൾ ഹയസ്റ്റ് കളക്ഷൻ ടിൽ നൗ അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. വെറും 2 മാസ കാലയളവിനുള്ളിൽ 100 കോടി കളക്ഷനാണ് നമുക്ക്, 3 സിനിമകൾ 100 കോടി ക്രോസ് കളക്ഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഇറങ്ങിയത് പ്രേമലു ആണെങ്കിലും അത് കഴിഞ്ഞ് 2 ആഴ്ച ഡിഫറൻസിൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി. മഞ്ഞുമൽ ബോയ്സ് വെറും 11 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഇടം നേടി. അത് കഴിഞ്ഞ് പ്രേമലു 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നു. ഇപ്പോൾ റെക്കോർഡ് നേട്ടവുമായിട്ട് ആടുജീവിതം ഇപ്പോൾ വെറും 9 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2024 ഇത്രത്തോളം വലിയൊരു ഹിറ്റുകൾ സമ്മാനിച്ച വേറൊരു ഇൻഡസ്ട്രി ഉണ്ടാവില്ല. എല്ലാവരും, അതായത് ബാക്കി ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും ഇപ്പോൾ മലയാളത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് ടാഗ് ലൈനുകൾ മലയാളം ഇൻഡസ്ട്രിക്ക് വന്നു കഴിഞ്ഞായി. അതായത് സർവൈവൽ ത്രില്ലേഴ്സിൽ ഫൈനസ്റ്റായി ക്വാളിറ്റിയിൽ സിനിമ മേക്ക് ചെയ്യുന്നത് മലയാളം ഇൻഡസ്ട്രീനെ തട്ടാൻ വേറെ ആരുമില്ല എന്നാണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഹെലൻ ആയിക്കോട്ടെ, 2018 ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ വന്ന ആടുജീവിതം, എല്ലാം ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇപ്പോൾ സർവൈവൽ ത്രില്ലർ എന്ന ജോണറിൽ ഇന്ത്യയിൽ എല്ലാം മലയാളം ഇൻഡസ്ട്രീന് വേറൊരു ഇൻഡസ്ട്രി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻസ് എടുത്തു വെക്കാൻ അത് മലയാളം ഇൻഡസ്ട്രീനെ കൊണ്ടേ പറ്റുള്ളൂ എന്നാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന ലൈനപ്പുകളും വലിയ വലിയ ലൈനപ്പുകൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വിഷു, ഈദിന് ആവേശവും, വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേശും എല്ലാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയ് റിലീസായിട്ട് തുടക്കം തന്നെ നടികർ ഇറങ്ങുന്നുണ്ട്. ടൊവിനോ തോമസിൻ്റെ വലിയൊരു എക്സ്പെക്റ്റേഷൻസോട് കൂടി തന്നെ വരുന്ന സിനിമയാണ്. പിന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടർബോ, ബറോസ്, അങ്ങനെ നിരവധി അനേകം സിനിമകൾ നിരത്ത് നടക്കുകയാണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ റിലീസാവാൻ മാത്രം പ്രോമിസിങ് പ്രൊജക്ട്സ് ആയിട്ട്. ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിലെ എല്ലാ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇപ്പോൾ എല്ലാവരും അസൂയയോടെ തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി നോക്കിക്കാണുന്നത്. ഈ ഇടയ്ക്ക് രാജമൗലി സാറിന് പ്രേമലുവിൻ്റെ സക്സസ് മീറ്റിൽ വന്നിട്ട് പറയുണ്ടായി, ക്വാളിറ്റി ആക്ടേഴ്സ് ഉള്ളത് മലയാളം ഇൻഡസ്ട്രിയിലാണ് എന്ന രീതിക്ക്. ഇപ്പം മലയാളം ഇൻഡസ്ട്രി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ വരാൻ പോകുന്ന റിലീസുകളിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 100 കോടി ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഇവിടെ സ്റ്റാർഡം അതിനെല്ലാം ഒരു 100 കോടി. ഇപ്പോൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഹൈ കളക്ഷൻ നേടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ മസ്റ്റായിട്ടൊരു സ്റ്റാർ ഉണ്ടാവണം എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇവിടെ ലാലേട്ടനും 100 കോടി നേടും, നെസ്ലനും 100 കോടി നേടും എന്നൊരു സ്റ്റേറ്റ് ഓഫ് സിറ്റുവേഷൻ ഇവിടെ ഉള്ളത്. അതുതന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഔട്ട്സൈഡ് കേരള, അതായത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ നമുക്കിതൊരു നോർമലാണ്. നമ്മൾ ഈ സിനിമകളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള, മറ്റ് ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സിനിമകൾ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോർമലാണ്. പക്ഷേ OTT പ്ലാറ്റ്ഫോമൊക്കെ ആഫ്റ്റർ കോവിഡാണ് മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരൊക്കെ നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അവർക്കൊക്കെ ഇതൊരു വലിയൊരു ആശ്ചര്യം തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രത്തോളം ക്വാളിറ്റി സിനിമകൾ വരുന്നത് എന്ന രീതിക്ക്, ഇറങ്ങുന്ന എല്ലാ സിനിമയും ഒന്നിനൊന്ന് മെച്ചമാകുന്നത് എങ്ങനെയാണെന്നുള്ള രീതിക്കൊക്കെ എല്ലാവരും പിരിവിട്ടുകയാണെന്നുള്ളത് തമിഴിലെ ചില ഇൻ്റർവ്യൂസും ചില വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ വാക്കുകളും കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 2024 തുടക്കത്തോടു കൂടിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി മലയാളം സിനിമ കാണുക എന്നുള്ള ഒരു കൾച്ചർ രൂപപ്പെട്ടുകൊണ്ടുവന്നിരിക്കുന്നത്. അതിന് തുടക്കം കുറിച്ചത് പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ് ഇവരൊക്കെ തന്നെയാണ്. അതിനുശേഷം ആടുജീവിതം അത് കണ്ടിന്യൂ ആയിട്ട് ആ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വാദോരാതെ മലയാളം ഇൻഡസ്ട്രി ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔട്ട്സൈഡ് കേരള ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രികളും. പക്ഷേ അവിടെയുള്ള ഓഡിയൻസിനൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കണ്ടിട്ടുള്ളത് വെറും 2% മലയാളം സിനിമ മാത്രമാണ്. ഇപ്പോൾ ഇറങ്ങിയതിനേക്കാളും എന്തുകൊണ്ടും മികച്ച സിനിമകൾ ഇതിനു മുമ്പും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ബാക്കിയുള്ളവർ കണ്ടിട്ടില്ല. ഏതായാലും ഈ ഒരു 2024 എന്നുള്ളത് ഇന്ത്യയിൽ ഇത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രി വേറെ ഉണ്ടാവത്തില്ല. ഇനിയും അങ്ങോട്ട് ഒരുപാട് പ്രൊജക്ട്സ് വരാനുണ്ട്. അതിൽ നിങ്ങൾ ഏത് പ്രൊജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.